ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. ഉത്തോലകങ്ങൾ അഥവാ ലിവേഴ്സ്. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ട് ഇത് ഏത് ഓർഡറിൽ വരുന്നതാണ്, ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ഏത് ഓർഡറിലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ എന്താണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് നോക്കാം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തോലകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ജോലി ലഘൂകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഉത്തോലകങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇത്തിരി ശക്തി ഒത്തിരി ജോലി. അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലെ പോയിൻറ്സും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉത്തോലകങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ധാരം, യത്നം, രോധം. ധാരം അഥവാ ഫൽക്രം, യത്നം അഥവാ എഫേർട്ട്, രോധം അഥവാ റെസിസ്റ്റൻസ്. ഈ 3 വാക്കുകൾ കൃത്യമായി അറിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചിത്രത്തിലൂടെ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഇവിടെ ഒരു പിക്ചർ കാണിക്കാം. ഈ കാണുന്ന കത്രികയിൽ ആധാരമായി പ്രവർത്തിക്കുന്ന, നമ്മൾ പിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലേ, ആ പിടിക്കുന്ന ഭാഗം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാരമായി പ്രവർത്തിക്കുന്ന ആ നടുഭാഗത്തുള്ള സ്ക്രൂ പോലെയുള്ള സാധനം, അതിനെയാണ് എന്ത് പറയുന്നത്? ധാരം. ഈ പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രവർത്തിക്കുക. അപ്പോൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ഈ സെൻറ്ററിലെ ബിന്ദുവിനെയാണ് എന്ത് പറയുന്നത്? ധാരം അല്ലെങ്കിൽ ഫൽക്രം. ധാരം അല്ലെങ്കിൽ ഫൽക്രം. ഇനി യത്നം എന്താണ്? നാം പ്രയോഗിക്കുന്ന ബലം, നമ്മൾ കൊടുക്കുന്ന ബലം, ഈ കത്രികയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബലം കൊടുക്കുന്ന ഭാഗത്തിനെയാണ് യത്നം അഥവാ എഫേർട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ രോധം, നമ്മൾ യത്നം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ഭാഗം, നമ്മൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം, അതാണെന്ത്? രോധം. ഓക്കെ, യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം അനുഭവപ്പെടുന്ന ഭാഗത്തിനെയാണ് രോധം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവാണ് ധാരം. ഓക്കെ, ധാരത്തിനെ തന്നെയാണ് ഫൽക്രം എന്ന് പറയുന്നത്. നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് യത്നം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ബലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഭാഗമാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം, അതിനെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓരോ ഉത്തോലകങ്ങൾക്കും ഈ ഒരു ഭാഗം മാറി മാറിയിരിക്കും അല്ലേ. എല്ലാത്തിനും സെൻട്രൽ തന്നെ ആവണം ധാരം എന്നില്ല. അപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻസിനും ഈ ഭാഗങ്ങൾ 3 ഭാഗങ്ങളുണ്ടായിരിക്കും. അവ മാറി മാറിയായിരിക്കും ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഉണ്ടാവുന്ന പോലെ ആയിരിക്കില്ല സെക്കൻഡ് ഓർഡർ ലിവറിൽ ഉണ്ടാവുന്നത്, അതുപോലെ ആവില്ല തേർഡ് ഓർഡറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോഡ് പഠിക്കാം. ഇവിടെ ഞാൻ ഈ കോഡ് പരിചയപ്പെടുത്തുകയാണ്. FRE ഫ്രീ എന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ താഴെ 1 2 3 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ എഫ് 1ാം വർഗ ഉത്തോലകമാണ് കാണിക്കുന്നത്. ഈ എഫ് സെൻറ്ററിൽ വരിക, അതായത് ഫൽക്രം സെൻറ്ററിൽ വരുന്നതൊക്കെയാണ് 1ാം വർഗ ഉത്തോലകമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഇനി 6 സെൻറ്ററിൽ വരുന്നതാണ് 2ാം വർഗ ഉത്തോലകം. 6 എന്ന് പറയുമ്പോൾ എന്താണ്? രോധം, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് സെൻറ്ററിൽ വരുന്നതൊക്കെ 2ാം വർഗ ഉത്തോലകമാണ്. അതുപോലെ ഈ സെൻറ്ററിൽ വരുന്നത്, എഫേർട്ട് സെൻറ്ററിൽ വരുന്നത്, യത്നം സെൻറ്ററിൽ വരുന്നതെല്ലാം 3ാം വർഗ ഉത്തോലകമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി 1ാം വർഗ ഉത്തോലകം. 1ാം വർഗ ഉത്തോലകത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? ധാരം സെൻറ്ററിൽ വരുന്നതാണ്. നമ്മുടെ കത്രിക 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. കണ്ടോ, ധാരം എവിടെയാണ് വന്നത്? സെൻറ്ററിലാണ് ആ ചിത്രത്തിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫൽക്രം സെൻറ്ററിൽ വരുന്ന, ധാരം സെൻറ്ററിൽ വരുന്നതെല്ലാം 1ാം വർഗ ഉത്തോലകമാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഓരോന്ന് തരുമ്പോൾ, ഇത് ഏതാണ്? 1ാം വർഗമാണോ 2ആണോ 3ആണോ എന്ന്. അപ്പോൾ അതൊരു കോഡിലൂടെ പഠിച്ചു വയ്ക്കാം, മറക്കാതിരിക്കും. കോഡ് ഇങ്ങനെയാണ്: സീസോ പ്ലെയറിലെ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല. ഓർത്തു വയ്ക്കുക, സീസോ പ്ലെയറിലെ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല. ഇതാണ് കോഡ്. അപ്പോൾ ഇതിൽ 1ാം വർഗ ഉത്തോലകത്തിൽ വരുന്ന ലിവേഴ്സ് അല്ലെ ഉത്തോലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? സീസോ, 1 സീസോ, 2 പ്ലെയർ, 3 കപ്പി, 4 കത്രിക, 5 നെയിൽ പുള്ളർ, 6 ത്രാസ്.
ഇത്രയും കാര്യങ്ങൾ ഒന്നാം വർഗ ഉത്തോലകമാണ്. സീസോ പ്ലെയറിലെ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല. ക്ലിയർ ആയല്ലോ? ഒന്നാം വർഗ ഉത്തോലകത്തിന് ധാരമാണ് സെൻറ്ററിൽ വരുന്നത്. അതുപോലെ ഏതൊക്കെ ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗത്തിൽ വരുന്നത് എന്നുള്ളത് ഈ കോഡിലൂടെ ക്ലിയറായി. ഇനി അടുത്തത് രണ്ടാം വർഗ ഉത്തോലകം. നമ്മൾ പറഞ്ഞു ഫ്രീ എന്ന് എഴുതുമ്പോൾ സെൻറ്ററിലുള്ള 6. അപ്പോൾ ഈ 6 നടുക്ക് വന്നാൽ അല്ലെങ്കിൽ രോധം നടുകിൽ വന്നാൽ അത് രണ്ടാം വർഗ ഉത്തോലകമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് പരിചയപ്പെടുത്താം. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. ഈ 2 എന്നത് രണ്ടാം വർഗ ഉത്തോലകം എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ബോട്ടിൽ എന്ന് പറയുമ്പോൾ ബോട്ടിൽ ഓപ്പണർ അല്ലെങ്കിൽ സോഡ ഓപ്പണർ എന്നൊക്കെ പറയുന്നത്. വിൽപ്പനയ്ക്ക്. വിൽപ്പന എന്ന് പറയുമ്പോൾ ആദ്യത്തെ വില്ല് വീൽ ബാരോ ആണ്. വീൽ ബാരോ. ഇനി പന എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാക്ക് വെട്ടിയാണ് കേട്ടോ. പാക്ക് വെട്ടി. വിൽപ്പനയിൽ ആദ്യം വീൽ ബാരോ, പിന്നെ പാക്ക് വെട്ടി, അത് കഴിഞ്ഞ് വിൽപ്പനയിൽ ഞാൻ ഉണ്ടല്ലേ, ആ നാരങ്ങ ഞെക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ബോട്ടിൽ ഓപ്പണർ വരും, വീൽ ബാരോ വരും, പാക്ക് വെട്ടി വരും, പിന്നെ നാരങ്ങ ഞെക്കി. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇതോടൊപ്പം സ്റ്റാപ്ലറും രണ്ടാം വർഗ ഉത്തോലകത്തിലാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ പഠിക്കാം. ഫ്രീ എന്ന് എഴുതുമ്പോൾ ലാസ്റ്റ് ഇ അല്ലേ, ആ ഇ സെൻറ്ററിൽ വന്നാൽ ഏതാണ്? മൂന്നാം വർഗ ഉത്തോലകമാണ്. എഫേർട്ട്, യത്നം സെൻറ്ററിൽ വരണം. അപ്പോൾ അതിന് നമ്മളൊരു കോഡിലൂടെ പഠിക്കാം. 3 ഐസ് ചവച്ചു. 3 ഐസ് ചവച്ചു. ഈ 3 എന്നുള്ളത് മൂന്നാം വർഗ ഉത്തോലകത്തെയാണ് കാണിക്കുന്നത്. ഐസ് എന്നത് ഐസ് ടോങ്സ് കണ്ടില്ലേ? ഈ നമ്മൾ മദ്യപിക്കുന്ന സമയത്തൊക്കെ ഒരു ബോട്ടിലിൽ നിന്ന് ഐസ് ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഐസ് ടോങ്സ്. പിന്നെ ചവച്ചു എന്നതിലെ ചവണ, പിന്നെ ലാസ്റ്റിലെ ചൂണ്ട. 3 ഐസ് ചവച്ചു എന്ന് ആലോചിക്കുക. ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട എന്നീ 3 ലിവേഴ്സ് വരുന്നത് മൂന്നാം വർഗത്തിലാണെന്ന് ആലോചിക്കുക വെക്കുക. അതുപോലെ സ്റ്റാപ്ലെയർ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റാപ്ലെയർ ഏത് വർഗത്തിൽ വരുന്നു എന്നുള്ളതാണ്. രണ്ടാം വർഗ ഉത്തോലകമാണ് സ്റ്റാപ്ലെയർ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ കോഡ് ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം എഫേർട്ട് എന്താണ്, ഫൽക്രം എന്താണ്, രോധം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ 3 കോഡുകൾ പഠിക്കുക. ഫസ്റ്റ് ഓർഡർ ലിവർ പഠിക്കാനുള്ള കോഡ് എന്തായിരുന്നു? സീസോ പ്ലെയറിലെ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല എന്നുള്ളതാണ്. അതുപോലെ രണ്ടാം വർഗ ഉത്തോലകം പഠിക്കാനുള്ള കോഡ് എന്താണ്? 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക് എന്നുള്ളത്. മൂന്നാം വർഗ ഉത്തോലകം 3 ഐസ് ചവച്ചു. അതുപോലെ ഈ ഫ്രീ എന്ന വേർഡ് കൂടി ഓർത്ത് വയ്ക്കുക. ഫൽക്രം സെൻറ്ററിൽ വന്നാൽ ഒന്നാം വർഗ ഉത്തോലകമാണ്. റെസിസ്റ്റൻസ് സെൻറ്ററിൽ വന്നാൽ രണ്ടാം വർഗ ഉത്തോലകമാണ്. എഫേർട്ട് സെൻറ്ററിൽ വന്നാൽ മൂന്നാം വർഗ ഉത്തോലകമാണ്. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഉത്തോലകം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ കമൻസും ലൈക്സും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.